നരേന്ദ്ര ദാമോദർ ദാസ് മോദി, നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 30 വർഷത്തിനു ശേഷം രാജ്യത്ത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവുമായി എത്തിയ NDAയുടെ സാരഥി. നിരവധി പ്രതിസന്ധികൾ നേരിട്ട് പ്രതിയോഗികളെയെല്ലാം നിഷ്പ്രഭരാക്കി ഭാരതത്തിന്റെ 14ാമത് പ്രധാനമന്ത്രിയാകുന്ന മോദിയുടെ വിജയകഥ ഏതൊരാൾക്കും ജീവിതത്തിൽ പാഠമാക്കേണ്ടതാണ്. ചോദ്യം ചെയ്യപ്പെടാത്ത കോൺഗ്രസിന്റെ കുടുംബാധിപത്യം തകർത്ത് 272 എന്ന കേവല ഭൂരിപക്ഷവും കടന്ന് 282 ലോക്സഭാ സീറ്റുമായാണ് മോദി പ്രധാനമന്ത്രി പദത്തിലിരിക്കുക. നരേന്ദ്രമോദിയുടെ ഇന്നലകളെ ഇനി ഓർമ്മിക്കേണ്ടതില്ല. ഇന്ന് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ പുതിയ സാരഥി. നിരവധി നാഴികക്കല്ലുകൾ പിന്നിട്ട് മോദി നടത്തിയ ഈ ചരിത്രയാത്ര BJPക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാണ്. പ്രമോദ് മഹാജന്റെ മരണത്തിനു ശേഷം ഏറെക്കുറെ ഛിന്നഭിന്നമായ BJPയെ ഒറ്റയ്ക്ക് തോളിലേറ്റിയാണ് മോദി മുൻനിരയിലെത്തിച്ചത്. മോദിയുടെ ഓരോ ചുവടുവെപ്പും അപ്രതീക്ഷിതമായിരുന്നു. എതിരാളികൾ കണക്കുകൂട്ടുന്നതിന് മുൻപേ മോദി അടുത്ത തയ്യാറെടുപ്പുകൾ തുടങ്ങി. മോദി ഏകാന്തപതികനായി നടത്തിയ ഈ ചരിത്രയാത്ര ലോകം എന്നും ഓർമ്മിക്കും. ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മോദിയുടെ യാത്ര ഏറെ പ്രതിബന്ധങ്ങൾ ഉള്ളതായിരുന്നു. മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകരും ലോക നേതാക്കളും മോദിയെ ഒറ്റപ്പെടുത്തി. വർഗീയവാദിയെന്നും കൊലപാതകിയെന്നും മോദിയെ വിളിച്ചു. കവിതകളിലും കഥകളിലും മോദിയെ മൃഗമെന്ന് വിളിച്ചു. മറ്റു ചിലർ മൃഗത്തെക്കാളും തരം താഴ്ത്തി. എന്നാൽ മോദി ഇതിനോടൊന്നും പ്രതികരിച്ചില്ല. മോദിക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഇന്ത്യൻ ജനതയുടെ പ്രധാനമന്ത്രി പദം. ഇന്ത്യൻ ജനത ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തന്ത്രങ്ങളിലൂടെ അതിനെയെല്ലാം മോദി അതിജീവിച്ചു. സ്വന്തം പാർട്ടിയിൽ നേരിട്ട എതിർപ്പ് മോദിക്ക് അതിനേക്കാൾ ഭീകരമായിരുന്നു. BJPയുടെ സ്ഥാപക നേതാക്കളിലൊരാളായ LK അദ്വാനി ഉൾപ്പെടെ മറുചേരിയെ സ്വന്തം ചേരിയിലെത്തിക്കാൻ മോദി ഏറെ പണിപ്പെട്ടു. RSSന്റെ പിന്തുണ മാത്രമായിരുന്നു മോദിയുടെ കരുത്ത്. നേതൃത്വത്തിലെ ഭിന്നതയും തമ്മിലടിയും കൊണ്ട് ഏകദേശം മൺമറഞ്ഞു പോയേക്കാവുന്ന BJPക്ക് RSS നൽകിയ അമൃതായിരുന്നു മോദി. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രചാരണ തന്ത്രങ്ങളാണ് മോദി വിജയത്തിനായി പുറത്തെടുത്തത്. രാജ്യത്തിലുടനീളം മോദി കയറിയിറങ്ങി. ഞാനാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് റാലിയിലും മോദി പങ്കെടുത്തത്. भारत के भाग्य विधाता मतदाता भाइयों एवं बहनों, मैं आज हिंदुस्तान के हर गली मोहल्ले में हर मतदाता से मैं खुद के लिए वोट मांगने आया हूं कि आप कमल के निशान पर बटन दबाइए. आपका वोट सीधा सीधा मुझे मिलने वाला है और मैं आपको भरोसा देने आया हूं कि मैं आपके सपनों को पूरा करने में कोई कसर नहीं छोड़ूंगा. ഓരോ യോഗങ്ങളിലും ജനങ്ങൾ കൂടി. ജനം കൂടിയപ്പോൾ കാശ് വെച്ച് പ്രസംഗം കേട്ടാൽ മതിയെന്ന് പാർട്ടി തീരുമാനിച്ചു. അദ്വാനിയും മുരളി മനോഹർ ജോഷിയും സുഷമ സ്വരാജുമെല്ലാം ആ പ്രചരണത്തിൽ മുങ്ങിപ്പോയി. രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ദീർഘവീക്ഷണത്തിന്റെ ഉടമയായതുകൊണ്ട് 2001 ഭൂകമ്പത്തിൽ നാമാവശേഷമായി പോയ ഗുജറാത്തിന് പുതിയ മുഖം നൽകാൻ കഴിഞ്ഞതുവെന്നാണ് മോദിയുടെ വിജയം. ഗുജറാത്ത് മോഡൽ വികസനമെന്ന് കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോലും പറയിക്കാൻ മോദിക്ക് കഴിഞ്ഞു. ഗുജറാത്ത് വികസനത്തിന്റെ പേര് പറഞ്ഞായിരുന്നു മോദിയുടെ മോദി മോഡൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ. സ്വന്തം പേര് ഓരോ ജനമനസ്സിലും എത്തിക്കാൻ അന്താരാഷ്ട്ര പബ്ലിക് റിലേഷൻ ഏജൻസിയെ ഏൽപ്പിച്ചു. സോഷ്യൽ മീഡിയയെ തനിക്ക് അനുകൂല ഘടകമാക്കുന്നതിലും മോദി വിജയിച്ചു. ത്രിമാന പ്രസംഗങ്ങൾ നടത്തി രാഷ്ട്രീയ പ്രതിയോഗികളെ മോദി ഞെട്ടിച്ചു. പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാത്ത രീതിയിൽ ഓരോ ചുവടുവെപ്പും തനിക്ക് അനുകൂലമായ രീതിയിൽ ഗതിമാറ്റി വിടുകയായിരുന്നു മോദി ചെയ്തിരുന്നത്. വഡോദരയിൽ കൂറ്റൻ റാലി നടത്തി പത്രിക സമർപ്പിച്ചതും ഗാന്ധിനഗറിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് ബൂത്തിൽ നിന്നകലെ തയ്യാറാക്കിയ വേദിയിൽ താമരചിഹ്നം പ്രദർശിപ്പിച്ചതും മനഃപൂർവ്വമായിരുന്നിരിക്കണം. വാരാണസിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ നിഷേധിച്ചത് തനിക്ക് അനുകൂലമായി തീർക്കാൻ മോദിക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴും ദില്ലിയിലെ 7 റേസ് കോഴ്സിലെ പ്രധാനമന്ത്രി കസേരയിലേക്ക് വന്നെത്തിയ നമോയുടെ ജീവിതയാത്ര കഷ്ടപ്പാടുകളും കഠിനാധ്വാനവും കലാപത്തിന്റെ കറുത്ത പാടുകളുമേറ്റായിരുന്നു. ഗുജറാത്തിലെ മെഹസാന ജില്ലയിലെ വഡ്നഗറിലായിരുന്നു 1950 സെപ്റ്റംബർ 17 മോദി ജനിച്ചത്. ദാമോദർ ദാസ് ദുൽചന്ദ് മോദിയുടെയും ഹീരാബെന്നിന്റെയും 6 മക്കളിൽ മൂന്നാമനായി ജനിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽപ്പനക്കാരനായിരുന്ന അച്ഛനെ സഹായിക്കുകയായിരുന്നു കുട്ടിക്കാലത്ത് മോദിയുടെ ജോലി. വഡ്നഗർ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകളിലും മോദി ചായ വിറ്റു നടന്നു. കുട്ടിക്കാലത്ത് സഹോദരനോടൊപ്പം ബസ് സ്റ്റാൻഡിനടുത്ത് ചായക്കടയും നടത്തി. ചായക്കടക്കാരൻ എന്ന അധിക്ഷേപത്തെ മോദി നേരിട്ടത് രാജ്യമാകെ ആയിരക്കണക്കിന് നമോ ടീ സ്റ്റാളുകൾ ഒരുക്കിയാണ്. പിന്നെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിലുടനീളം ചായ വിൽപ്പനക്കാരുമായി ഫോൺ വഴി സംസാരിക്കുകയും ചെയ്തു.
കുട്ടിക്കാലത്ത് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന നീണ്ട പേര് സുഹൃത്തുക്കൾ ND എന്ന് ചുരുക്കി വിളിച്ചു. കുട്ടിക്കാലത്ത് RSSന്റെ ബാലശാഖകളിലും പരിശീലന പരിപാടികളിലും ND പങ്കെടുത്തു. 12 വയസ്സായപ്പോൾ രാമകൃഷ്ണ മിഷന്റെ കീഴിലുള്ള വേലൂർ മഠത്തിൽ ചേർന്നു. സന്യാസ ജീവിതം ആഗ്രഹിച്ച് 2 മാസം ഹിമാലയത്തിൽ കഴിഞ്ഞു. പക്ഷേ വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് സന്യാസത്തിലേക്ക് എടുത്തില്ല. വട്നഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മോദി വിദൂര വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി. പിന്നീട് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 1971 തന്റെ 20ാമത്തെ വയസ്സിൽ RSS പ്രവർത്തകനായി. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്തെ പോരാട്ടത്തിലെ ഒളിവ് ജീവിതം മോദിയിൽ നിർണായക വഴിത്തിരിവായി. 1987 തന്റെ 37ാമത്തെ വയസ്സിൽ തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയായിരുന്നു മോദി BJPയിലേക്ക് വന്നത്. അപ്പോൾ സംഘപരിവാറിന്റെ സംഘടനാ ശൈലി മോദിയിൽ കരുത്തേകിയിരുന്നു. തുടർന്ന് അടുത്ത വർഷം തന്നെ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. ചിട്ടയായ പ്രവർത്തനം മൂലം 1995 കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ഗുജറാത്തിന്റെ ഭരണം പിടിച്ചെടുത്തു. പക്ഷേ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ദില്ലിയിലേക്ക് വണ്ടി കയറേണ്ടി വന്നു. വന്ദേ 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 വന്ദേ. ദില്ലിയിലെത്തി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി. ഹിമാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചുമതല അവിടെ തന്റെ സ്വാധീനം ഉറപ്പിക്കാൻ സഹായകമായി തീർക്കുകയും ചെയ്തു. LK അദ്വാനിയുടെ ഗുജറാത്ത് മുതൽ അയോധ്യയിലെ സോമനാഥ് വരെയുള്ള രഥയാത്രയിലും മുരളി മനോഹർ ജോഷിയുടെ കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയുള്ള ഏകതാ യാത്രയിലും ചുക്കാൻ പിടിച്ചത് മോദിയുടെ കരങ്ങളായിരുന്നു. देश में एकता और भाईचारे का माहौल बनाने के लिए मुरली मनोहर जोशी जी ने कश्मीर से कन्याकुमारी तक एकता यात्रा की. രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ തോറ്റതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ മോദിയെ പാർട്ടി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാക്കി. അദ്വാനിയുടെ എതിർപ്പിനെ മറികടന്ന് വാജ്പേയിയുടെ സഹായത്തോടെ 2001 ഒക്ടോബർ 7 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. മോദിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അടുത്ത സംഭവത്തോടെയാണ്. 2002 ഫെബ്രുവരി 27 4 മാസങ്ങൾക്കുമിപ്പുറം ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന് തീപിടിച്ച് 60 ഹിന്ദു സന്യാസിമാർ കൊല്ലപ്പെട്ടു. തുടർന്ന് നടന്ന വർഗീയ കലാപത്തിൽ ആയിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. മോദി സർക്കാരിൽ ചോരക്കര പുരണ്ടു. രാജ്യവും ലോകവും മോദിക്ക് നേരെ തിരിഞ്ഞു. അക്കാലത്ത് മോദി വിളിച്ചു ചേർത്ത ഉയർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ ഹിന്ദുക്കൾ പ്രതികരിക്കും തടയരുതെന്ന നിർദ്ദേശം അദ്ദേഹം നൽകിയിരുന്നതായി അന്ന് ഗുജറാത്ത് DGP ആയിരുന്ന RB ശ്രീകുമാർ ആരോപിച്ചിരുന്നു. മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന മായ കൊടിനാനിയെ കലാപത്തിൽ കുറ്റക്കാരിയാണെന്ന് പിന്നീട് കോടതി കണ്ടെത്തുകയും ചെയ്തു. കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മോദിക്ക് ഹാജരാകേണ്ടി വന്നു. അതേസമയം കലാപക്കാലത്ത് മോദി സഹായം അഭ്യർത്ഥിച്ച് 2 സംസ്ഥാനങ്ങളെ സമീപിച്ച കാര്യം ആരും കേട്ടില്ല. മുഖ്യമന്ത്രി കസാരയിൽ 4 മാസം പ്രായമുള്ള തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ലായിരുന്നുവെന്ന് മോദി പിന്നീട് പരാതിപ്പെട്ടു. എന്നാൽ പിൽക്കാലത്ത് കലാപത്തിൽപ്പെട്ട് മരണത്തിനിടയാക്കിയവരെ കാറിൽ തട്ടി മരണപ്പെടുന്ന പട്ടിയെക്കുറിച്ച് വേദനിക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖത്തോട് ഉപമിച്ചത് വിവാദമായി. हमारे देश में ऐसा कहते हैं कोई भी, अरे भाई चींटी मर जाए तो भी पीड़ा होती है, चींटी मर जाए तो भी पीड़ा होती है. ये आपकी संवेदना की तीव्रता को व्यक्त करने के लिए मुहावरे होते हैं. उसको अगर कोई ये कहे कि आपने इंसान को चींटी कह दिया, तो मैं समझता हूं इस प्रकार का इंटरप्रिटेशन करने वालों का प्रॉब्लम है. दूसरा, जिसने मेरा इंटरव्यू लिया था
जब हिंदुस्तान के कुछ मीडिया के मित्रों ने इसको उछाल दिया, जिसने इंटरव्यू लिया था वो विदेशी होने के बावजूद भी उसने ट्वीट किया कि मोदी ने न ऐसा कहा है न हमने ऐसा समझा है, ये गलत इंटरव्यू। തുടർന്നങ്ങോട്ട് ഹിന്ദുക്കളുടെയും ഇന്ത്യയുടെയും രക്ഷകനെന്ന ലേബൽ മോദിയിൽ പതിക്കപ്പെടുകയായിരുന്നു. വർഗീയവാദിയിൽ നിന്നും മോദി വികസനത്തിന്റെ നായകനായി. പശ്ചിമ ബംഗാളിലെ സിംഗൂരിൽ നിന്ന് ടാറ്റയെ സ്വന്തം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായതിൽ പിന്നെ മോദി വികസനത്തിന്റെ മുഖമായി മാറി. മൂന്നാമതും മുഖ്യമന്ത്രിയായപ്പോൾ മോദി ചുവടുകൾ ഉറപ്പിച്ചു. ആഡംബരമെന്ന് പറയാനായി മോഡി ബ്രാൻഡ് കൂർത്തയും വില കൂടിയ കണ്ണടയും മാത്രം. മോദിയുടെ സന്യാസ ജീവിതം രാഷ്ട്രീയ ജീവിതത്തിന് മുതൽക്കൂട്ടാണെന്ന വാദത്തിനിടെയാണ് ഗുജറാത്തിലെ ഗ്രാമത്തിൽ നിന്ന് യശോധബൻ 17-ാം വയസ്സിൽ മോദി തന്നെ വിവാഹം കഴിച്ച കാര്യം വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ വിവാദത്തോട് പ്രതികരിക്കാതിരുന്ന മോദി വാരാണസിയിൽ 2014 നാമനിർദ്ദേശ പത്രികയിൽ താൻ യശോദാബെന്നിനെ വിവാഹം കഴിച്ച കാര്യം വെളിപ്പെടുത്തി.